മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അങ്ങനെ 2 വീക്കെൻഡ് എപ്പിസോഡും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ 2 വീക്കെൻഡ് എപ്പിസോഡും അവസാനിച്ചപ്പോഴാണ് നൂറയുടെയും ആദിലയുടെയും ശ്വാസം ഒന്ന് നേരെ വീണത്. നൂറയും ആദിലയും നല്ല ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു, പ്രധാനമായിട്ടും ആദില. എവിക്ഷൻ്റെ സമയത്ത് പോലും സാബുമാൻ ഉള്ളത് കൊണ്ട് കുറച്ച് പേടി കുറവുണ്ടായിരുന്നു. കാരണം സാബുമാൻ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് സാബുമാൻ പുറത്താകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആദില സേവ് ആകുന്നതിന് മുമ്പ് തന്നെ സാബുമാൻ സേവ് ആകുന്നു. ആ ടൈമിലൊക്കെ ആദിലയുടെ ഫേസ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച നടന്ന കാര്യങ്ങൾ കാരണം ആദിലയ്ക്ക് പുറത്ത് നെഗറ്റീവ് ആയോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ ലൈവിൽ സംസാരിക്കുകയാണ് നൂറയും ഷാനവാസും. നൂറ പറയുന്നത്, നമ്മളെ ചീത്ത പറഞ്ഞ് നാറ്റിക്കുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും എന്തായാലും നടന്നില്ല. ഇപ്പോൾ സമാധാനമായില്ലേ എന്ന് നൂറ ഷാനവാസിനോട് ചോദിക്കുന്നു. അതിന് ഷാനവാസ് പറയുന്നത്, ലാലേട്ടൻ എത്ര ഭംഗിയായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത്. അതായത് നെവീനും ഷാനവാസുമായിട്ടുള്ളൊരു പ്രശ്നം ലാലേട്ടൻ വളരെ ഭംഗിയായിട്ടാണ് ഹാൻഡിൽ ചെയ്തതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നത്, പിന്നെ ഇത്രയും ചീഞ്ഞ കേസ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, ഇതൊരു ചർച്ചാ വിഷയമാക്കണ്ട എന്ന് അവർ കരുതി കാണും. പിന്നെ നമ്മൾ അവനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. അവൾക്കൊരു അബദ്ധം പറ്റി, അതായത് ആദിലയ്ക്ക്. അവളുടെ വായിൽ നിന്നും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നുപോയി. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, അല്ലാതെ ഒരിക്കലും നമ്മൾ നെവീനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ എന്നാണ് ഷാനവാസ് പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നത്, പക്ഷേ ഇവിടെ പലരുടെയും ആഗ്രഹം അങ്ങനെയല്ലായിരുന്നു. ഞാനും കരുതിയത് നമ്മളെ 3 പേരെയും ചീത്ത പറഞ്ഞ് നാറ്റിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നത്, അത് ശരിയാണ്, ഇവിടെ പലരുടെയും പ്രതീക്ഷയ്ക്കൊത്ത സംഭവം വരാത്തതിൻ്റെ സങ്കടമൊക്കെ അവരുടെ ഫേസിൽ ഞാൻ കണ്ടു. ഷാനവാസ് പറയുന്നത്, എല്ലാവരും, നെവീൻ മാത്രമല്ല എല്ലാവരും ആദിലേനെയും നൂറയും ഷാനവാസിനെയും വഴക്കു പറയുന്നത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ലാലേട്ടൻ അങ്ങനെ ഇവരെ ഒന്നും പറയാത്തതിൽ പലർക്കും സങ്കടമുണ്ടെന്നാണ്. എന്തായാലും നെവീന് സങ്കടമുള്ളതുപോലെ ഇന്നലത്തെ എപ്പിസോഡിൽ നിന്നും മനസ്സിലായി. നെവീൻ കരുതിയിരുന്നത് ലാലേട്ടൻ നല്ല ഫയറായിട്ട് വന്ന് അനുമോളോട് ദേഷ്യപ്പെട്ടതുപോലെ ഷാനവാസിനോടും നമ്മുടെ ആദിലയോടുമൊക്കെ ദേഷ്യപ്പെടുമെന്നായിരുന്നു. എന്തായാലും ഷാനവാസും നൂറയും പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടൻ വളരെ മനോഹരമായി തന്നെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.